ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വീഡിയോ കണ്ടു, ഇന്നലെയും കണ്ടു. അപ്പോൾ ആ വീഡിയോൻ്റെ ഞാനൊരു 11 വയസ്സുമായിട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കാൻ പറഞ്ഞത് ഇത് നമുക്കറിയാം. ഇത് ആരുടെ സൗണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. രേണു സുധിയുടെ സൗണ്ടാണ്. അപ്പോൾ രേണു സുധിയെക്കുറിച്ച് വീഡിയോസ് നമ്മൾ ഒരു വീഡിയോ ചെയ്തോളൂ, നമ്മൾ പിന്നെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ രേണു സുധിയെ കൊണ്ട് വീണ്ടും നമ്മൾ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്? രേണു സുധിയെ നമുക്ക് പേഴ്സണലായിട്ട് ആർക്കും അവരോട് എതിർപ്പൊന്നുമില്ല. അവരുടെ വ്യക്തിത്വത്തോടല്ല എതിർപ്പ്, അവർ ചെയ്ത പ്രവൃത്തിയോട് നമുക്ക് എന്നും എപ്പോഴും എതിർപ്പാണ്. കാരണം അവരിത് എന്ത് ക്യാൻസർ പേഷ്യൻ്റ് ആയാലും നമ്മൾ ചെയ്തു പോയാൽ കഴിഞ്ഞകാല പ്രവൃത്തികൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത് മറക്കുന്നവരുണ്ടാവും. ഇപ്പം ഞാൻ മദർ തെരേസയൊന്നുമല്ല, ഞാൻ മഹാത്മാഗാന്ധിയൊന്നുമല്ല. കഴിഞ്ഞ കാര്യങ്ങൾ മറന്നുകൊണ്ട് പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ അവർ ചെയ്ത ചെയ്തികളെല്ലാം ന്യായീകരിക്കാൻ ഞാനൊരു മദർ തെരേസയൊന്നുമല്ല. ഞാൻ സാധാരണ മനുഷ്യയാണ്. അപ്പോൾ എനിക്ക് നാളെ രോഗം വരാം, ഞാൻ നാളെ മരിച്ചു പോകാം. എല്ലാ മനുഷ്യനും നമ്മൾ നാളെ മരിക്കേണ്ടവർ തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മുടെ കഴിഞ്ഞകാല ചെയ്തികൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ അസുഖങ്ങൾ തരുന്നതെന്നും ആദ്യം മനസ്സിലാക്കുക. കാരണം ഇത് നിസ്സാരവൽക്കരിക്കും. എനിക്ക് അസുഖം വരും, അസുഖം എനിക്കും അങ്ങനെ ക്യാൻസറിനെ പേടിയില്ല, എനിക്ക് അസുഖത്തിനെ പേടിയില്ല. എനിക്ക് പേടിയുള്ളത് എൻ്റെ ബന്ധുക്കൾ കരയുമ്പോഴാണ്, സങ്കടപ്പെടുന്നതാണ്. അത് നമ്മുടെ ഒരു അസുഖത്തിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നത്? പണമുണ്ട്, ഇഷ്ടം പോലെ ലക്ഷങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്, പണമുണ്ട്. ഇവർക്ക് മാസം തോറും സബ്സ്ക്രിപ്ഷനിൽ കൂടി തന്നെ 4, 5, 6 ലക്ഷം രൂപയ്ക്കകത്ത് എല്ലാ മാസവും ഇവർക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വെളിയിൽ കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തു വെച്ചിരിക്കുന്ന 2840 ആൾക്കാരെങ്ങാണ്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. 190 രൂപ വെച്ചേ ഉള്ളൂ. എന്തായാലും ഇവരൊന്നും പുറത്തേക്ക് പോകാൻ പോകില്ല. കാരണം ഇത്രമാത്രം അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഇവരുടെ നഗ്നത കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ട് ആസ്വദിച്ച ആൾക്കാർ അവർക്ക് രോഗം വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങി പോകില്ല. അപ്പോൾ അവർ 190 രൂപയിലുള്ളൂ. മന്ത്ലി അവരുടെ അക്കൗണ്ടിൽ നിന്ന് അത് കട്ടായിക്കൊണ്ടേയിരിക്കും. അതൊരു വലിയ എമൗണ്ട് അല്ല. അപ്പോൾ ഇത് എമൗണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് അവർക്കൊരു 8 ലക്ഷം രൂപ, 6-7 ലക്ഷം രൂപയോളം എല്ലാ മാസവും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അതുകൂടാതെ അവരെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവരൊരു പബ്ലിക് ഫിഗറാണ്, അവരൊരു സെലിബ്രിറ്റിയാണ്. നമ്മളാണ് ഇവരെയൊക്കെ സെലിബ്രിറ്റികളൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കാശ് കിട്ടും. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഇപ്പുറത്തെ സൈഡിൽ കുറേ ആൾക്കാരുണ്ട്. അവർക്കിതൊരിക്കലും നിസ്സാരമല്ല. ഈ ക്യാൻസർ എന്ന് പറയുന്നത് എന്ത് രോഗം, ഒരു പനി വന്നാൽ പോലും ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിക്കാൻ, നമ്മുടെ ഗവൺമെൻറ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും മരുന്ന് കുറിച്ചു കൊടുത്താൽ അത് വാങ്ങാൻ കഴിവില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഞാനൊരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആളും കൂടിയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇതേ കണക്കുള്ള മേഖലയിലെ ആൾക്കാരെ ഒരുപാട് പേരെ പോയി കാണുന്നതാണ്. ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് നമ്മളൊരു ഹോസ്പിറ്റലിൽ കുറച്ച് ഉച്ചപ്പൊതിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണത്തിൻ്റെ ഒരു പൊതിയും കൊണ്ട് ചെന്നാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ നെഞ്ച് പൊട്ടിയിട്ടായിരിക്കും ആ പൊതി അവർക്ക് നീട്ടുന്നത്. കാരണം നമ്മളെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നതല്ലേ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ പൊതി വാങ്ങിക്കുമ്പോൾ നമ്മുടെ നെഞ്ച് പൊട്ടും കേട്ടോ. പക്ഷേ അവരുടെ ഉറ്റവരൊക്കെ ആ ഒരു നേരത്തെ മരുന്നിന് പുറത്തുനിന്ന് കുറിച്ചു കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ പൈസയ്ക്ക് വേണ്ടി നെട്ടോട്ടോടുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ ഹോസ്പിറ്റലുകളിലും, ഈവൻ ക്യാൻസർ സെൻ്ററിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന കാര്യം. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ഒരു രോഗം നിസ്സാരമല്ല. അവർക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അവർക്ക് ഭയമില്ലെന്ന് പറയാൻ കഴിയില്ല. അവർക്ക് ഭയമാണ്, നാളെ എന്താവും, മരുന്ന് ഇല്ല. ഓരോരുത്തർ കരഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് ഓരോ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അവർക്കൊന്നും സോഷ്യൽ മീഡിയയിൽ അവരൊന്നും പബ്ലിസിറ്റിയില്ല, അവർക്കൊന്നും ആൾക്കാരില്ല. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷോപലക്ഷം ആൾക്കാരുള്ള ഈ നാട്ടിലും ഒരു വ്യക്തി വന്ന് പറയുന്നു, ക്യാൻസറിനെ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ഈ ക്യാൻസർ രോഗക്കിടക്കയിലായിട്ട് പോലും അവർ പറയുന്നത് അവരുടെ മകനെ കുറ്റപ്പെടുത്തുന്നു. അവരുടെ മകൻ ഇതുവരെ കാണാൻ വന്നില്ല. യഥാർത്ഥത്തിൽ അവരുടെ സ്വന്തം മകൻ അല്ലാത്തത് കൊണ്ടല്ലേ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത്, അല്ലേ? എൻ്റെ മകൻ ഇപ്പം ഞാൻ ഓൾഡ് ഏജ് ഹോമിൻ്റെ പഠനമായിരുന്നു എനിക്ക് LLM-ന്. ഈ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ ഒരുപാട് കേരളത്തിൻ്റെ അക്കോളം ഇങ്ങോളമുള്ള ഓൾഡ് ഏജ് ഹോം വൃദ്ധസദനങ്ങളിൽ ഞാൻ കയറിയ ആളാണ്. ആ വൃദ്ധസദനം ചിലപ്പോൾ ഓരോ അമ്മമാരും അച്ഛന്മാരും പറയുന്നതേ, പിന്നെ എൻ്റെ മക്കൾ നന്നായിട്ട് ജീവിക്കട്ടെ, കുഴപ്പമില്ല, എനിക്കിവിടെ കുഴപ്പമില്ല മോളെ, എനിക്കിവിടെ കുഴപ്പമില്ല, ഞങ്ങൾക്കിവിടെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്. പക്ഷെ അവരെ കാണാൻ പറ്റുന്നില്ല, എൻ്റെ മക്കളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ. ഞങ്ങൾക്ക് അല്ലാണ്ട് ഒരു കുഴപ്പമില്ലെന്ന്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓരോ വർഷത്തെയും ശ്രാദ്ധത്തിന്, ഓരോ വർഷവും ആണ്ടുണ്ടല്ലോ, അത് ശ്രാദ്ധം, അത് നടത്തുവാനായിട്ട് ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ടൊക്കെ ഞാൻ പോകും. അപ്പോൾ നമ്മളടുത്ത് പറയുന്നത് അവരുടെ ആ ഒരു ഇത് മക്കളെക്കുറിച്ച് ഒരു വാക്ക് മോശമായിട്ട് പറയാൻ അവർക്ക് മടിയാണ്. നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് സങ്കടമാണ്. അവരുടെ കുഞ്ഞുങ്ങളാണ് 50, 55, 60 വയസ്സുള്ള മക്കളെയൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരെ കാണാൻ
കഴിയുന്നില്ല. ആ സങ്കടമാണ് ഈ വൃദ്ധന്മാരായ ദമ്പതികൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ എന്നോട് പങ്കുവെച്ചിട്ടുള്ളത്. അത് ഓർക്കുമ്പോൾ നമ്മുടെ സ്വന്തം മകനായിരുന്നുവെങ്കിൽ ഒരിക്കലും രേണു കിച്ചുവിനെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വഴി വന്ന് പറയത്തില്ലായിരുന്നു. കിച്ചുവിനെ വിളിച്ചുകൂടെ? രേണുവിന് എന്തുകൊണ്ടാണ് സ്വന്തം അമ്മയ്ക്ക് എന്താണ് വിളിക്കാത്തത്? എനിക്ക് ടീനേജിലുള്ള എനിക്ക് അല്ലെങ്കിൽ ജെൻസി പ്രായത്തിലുള്ള ഒരു മകനുണ്ടെങ്കിൽ എൻ്റെ മകനോട് എനിക്ക് അവൻ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എൻ്റെ മകനെ എനിക്ക് വിളിച്ചിട്ട് ഞാൻ അവൻ പിന്നെ എൻ്റെ മോൻ ഇവിടെ വരുമ്പം അവൻ എന്തെങ്കിലും ചിലപ്പോൾ അവൻ ലേറ്റായി ഇച്ചിരി 5 മണിക്ക് കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ 5:30 മണിക്ക് അല്ല 6:30 ഇല്ല 7 മണിക്ക് വന്നില്ലെങ്കിൽ ഞാൻ വിളിക്കും. ഞാൻ എന്താ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ എന്ന് ചോദിക്കും. പിന്നെ എന്താ ലേറ്റ് ആവുന്നെന്ന് വിളിച്ചു പറഞ്ഞൂടെ? അപ്പോൾ ദേഷ്യപ്പെടും. ഞാൻ ഭയങ്കരമായിട്ട് വന്നാൽ ഉടനെ ദേഷ്യപ്പെടുമ്പോൾ അവൻ ചിലപ്പം പോസ്റ്റിംഗ് ആയിരിക്കും. അവന് പിന്നെ MBBS സ്റ്റുഡൻ്റാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരുപാട് സ്ട്രെസ്സുണ്ട്. അപ്പോൾ അവൻ ആ വിഷമത്തിന് പോകും. പിന്നെ ഞാൻ അവനെ വിളിക്കും, മക്കളെ അമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞല്ല, നീ അങ്ങനെ ലേറ്റ് ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് വിഷമിക്കില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മക്കളല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ മക്കളാണ് അവർ, നമ്മളെ മക്കളാണ് എന്ന്. ഇപ്പം ഞാൻ എൻ്റെ മോന് എനിക്ക് ചിലപ്പോൾ എൻ്റെ സ്വന്തമായിരിക്കില്ല, ഞാൻ വളർത്തിയതായിരിക്കും, ഞാൻ പ്രസവിച്ച് കാണത്തില്ല. പക്ഷേ എൻ്റെ മോനാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചാൽ അവൻ എൻ്റെ മകനാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് കിച്ചു വന്നില്ല. ഇനി ഞാൻ അവനെ 11 വയസ്സ് മുതൽ അവനെ വളർത്തിയതാണ്. അങ്ങനെയാണോ കിച്ചു? അങ്ങനെയാണോ പറയേണ്ടത്? അതിനു മുമ്പ് രേണു ഈ അസുഖം വരുന്നതിന് തൊട്ട് മുമ്പ്, അസുഖം വരുന്നതിനെന്നല്ല, അസുഖം രേണു അറിയുന്നതിന് തൊട്ട് മുമ്പ് രേണു ഒരു വീഡിയോ ഇട്ട് കിച്ചുവിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞ് കിച്ചു അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം പറഞ്ഞിട്ടത് രേണു വന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കൊല്ലം സുധിയുടെ മൂത്ത മകൻ. അങ്ങനെയാണോ സംബോധന ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ മകനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സെക്കൻഡെങ്കിലും ഞാനവനെ മകനായിട്ട് അംഗീകരിച്ച് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ കൊല്ലം സുധിയുടെ മകനെന്ന് പറയത്തില്ല. അവരുടെ ഭർത്താവിൻ്റെ മകനെന്ന് അവർ പറയൂ. എൻ്റെ മകൻ, അവൻ്റെ ഭാഗത്തും തെറ്റുണ്ടാവും. ചെറിയ കുട്ടിയല്ലേ, 20ഓ 22ഓ വയസ്സുള്ള ഒരു ആൺകുട്ടി. അവൻ്റെ ഭാഗത്തുനിന്ന് അവന് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് നമ്മളാണല്ലേ, അമ്മയാണ്. അവർ അന്ന് പിന്നെ സ്റ്റേജിൽ സുധി ഉള്ളപ്പോൾ അവർ സ്റ്റേജിൽ അവർക്ക് 34 വയസ്സോ 30 തൊട്ട് 34 വയസ്സ് വരെ ആ ഒരു ഏജ് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത്രയും ഏജുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് മെച്യൂരിറ്റി ഇല്ലേ? അവർക്ക് പിന്നെ അവർ വലിപ്പക്കുറവാണെങ്കിലും അവർക്ക് ഏജ് ഉണ്ട്, അവർക്ക് മെച്യൂരിറ്റി ഉണ്ട്, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവരങ്ങനെയല്ലേ മനസ്സിലാക്കി കൊടുക്കണം. അവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ആ പയ്യൻ വന്നിട്ടില്ല, നിങ്ങളാരും അവനെ വലിച്ചു കയറരുത്. ഇതൊരു വിവാദമാക്കാൻ വേണ്ടി പറയുകയല്ല, വിവാദമാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു രോഗത്തിന് അടിമപ്പെടുമ്പോൾ, നമ്മളൊരു രോഗം വരുമ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞകാല ചെയ്തികൾ, കഴിഞ്ഞകാല കാര്യങ്ങൾ ഒന്ന് ഓർക്കാൻ വേണ്ടി ഈശ്വരൻ അങ്ങനെ ഒരു അവസ്ഥ തരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഓട്ടത്തിലായിരിക്കും. നമുക്ക് നാളെ ഇപ്പം ഞാൻ കിടന്ന് ഓടുന്നു, നാളെ എനിക്ക് രോഗം വന്നാൽ ഞാൻ കിടക്കയിൽ കുറച്ച് നാൾ കിടക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ കാലത്ത് ചെയ്ത പ്രവർത്തികൾ നല്ലതായിരുന്നോ തെറ്റായിരുന്നോ, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നത്, അതിന് ഞാനൊന്ന് പശ്ചാത്തപിക്കാൻ ഉള്ളൊരു അവസരമാണ് ഈശ്വരൻ ആ സമയത്ത് തരുന്നത്. ആ സമയത്ത് നമ്മൾ റീൽസ് ഇടുകയും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അത് എങ്ങനെയാണ് ശരിയാവുക? പിന്നെ ക്യാൻസർ പേഷ്യൻ്റ് ഒരു കീമോ ചെയ്തു. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ച ആളാണ്. എൻ്റെ സ്വന്തം സഹോദരൻ്റെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനെ 2 ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്ന ഒരു വീട്ടിലെ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഒരു കീമോ ചെയ്താലോ 2 കീമോ ചെയ്താലോ എത്ര കീമോ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഒരുപാട് അവശത എന്ന് എനിക്കറിയാം. കാരണം ഒരു കീമോ ചെയ്താൽ അത്ര വലിയ പ്രോബ്ലംസ് ഒന്നും ഒരു വ്യക്തികൾക്കും വരില്ല. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ചികിത്സ, അന്നത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇന്നെന്ന് പറഞ്ഞാൽ ഇവർ ലക്ഷങ്ങൾ, ഇപ്പോൾ ഒരു പറഞ്ഞില്ലേ, കാലിൽ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് അതിനകത്തുള്ള വേദന സംഹാരികളുണ്ട്. എന്തുമാത്രം കൂടിയ മെഡിസിൻസ് ആണെന്നറിയോ. അത് ഒരു അസുഖം ഫുള്ളി മാറി ഒരുപാട് ക്ഷീണം വരാതിരിക്കാൻ. കീമോ എന്ന് പറഞ്ഞാൽ കീമോ ചെയ്ത് കഴിഞ്ഞാൽ വൊമിറ്റിംഗ് വരും, സ്വാഭാവികമാണ്. വൊമിറ്റിംഗ് വന്ന് ഛർദ്ദിച്ച് തകർന്ന് അത് കാണാൻ സഹിക്കാൻ പറ്റില്ല. നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടാണ് വോമിറ്റിംഗ്. സംസാരിക്കാൻ അവർക്ക് പറ്റില്ല. പിന്നെ ഒന്നൊന്നും വന്നു കഴിഞ്ഞാൽ ഒരു കീമോ ചെയ്തു എന്ന് വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല, 1-2 ദിവസം ആ ക്ഷീണവും ആ ഒരു വോമിറ്റിംഗ് ഒക്കെ കാണും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇതാവും. പിന്നീട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് കീമോ വരുന്നത്. ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം, ആ ഒരു ടൈം പീരീഡ് കൊടുക്കുമ്പോൾ ആ ഒരു റിക്കവറി സ്റ്റേജ് കഴിയുമ്പോൾ അടുത്ത കീമോ എടുക്കും. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും കീമോ എടുക്കുന്നത്. എൻ്റെ ഏട്ടത്തിക്കണ്ട് 18 22 അത്ര കീമോ എടുത്തിട്ടുണ്ടായിരുന്നു. 4 വർഷം 5 വർഷം പുള്ളിക്കാരി ജീവിച്ചു. അത് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. 37 വയസ്സെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ മരിച്ച സമയത്ത്. 37 വയസ്സ് മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചു കുട്ടികളായിരുന്നു.
ചെറിയ കുട്ടികളായിരുന്നു, അവരൊക്കെ മക്കളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ചേട്ടത്തി മരിച്ചത്. ബ്രസ്റ്റിലെ തന്നെയായിരുന്നു. ആദ്യം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, മുടിയൊക്കെ പോയി, പുരുകമൊക്കെ വന്നു. ഇത് ചേട്ടത്തിക്ക് അന്ന് ഇങ്ങ് വരെ എന്നെക്കാട്ട് ഒരുപാട് മുടിയുള്ളതായിരുന്നു ചേട്ടത്തി. അത് കഴിഞ്ഞിട്ട് ചേട്ടത്തിക്ക് മുടിയെല്ലാം പോയി. പിന്നെ അതിനുശേഷം മുടിയൊക്കെ ചേട്ടത്തിക്ക് വളർന്ന്, ചേട്ടത്തി വണ്ണമൊക്കെ വെച്ചു. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാൻസർ എന്ന് പറയുന്ന സംഭവം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ക്യാൻസറിൻ്റെ ഓരോ സ്റ്റേജുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് അറിയാം. പിന്നെ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലുകളിൽ, ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ സെൻറ്ററിലൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഫുഡ് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫുഡ് കൊണ്ടു കൊടുക്കാൻ, പിന്നെ ഓരോ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെയൊക്കെ സൈഡിൽ പറ്റുന്ന ആൾക്കാർക്ക് മാത്രം നമ്മൾ കുറച്ച് ഫുഡ് കൊണ്ടു കൊടുക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. നമുക്ക് വേറെ അധികം ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ ഈ പിന്നെ രേണുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞകാല ചെയ്തികൾ, കഴിഞ്ഞകാല കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് റിയലൈസ് ചെയ്യണം, ഒന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യണം. അതൊക്കെ ശരിയായിരുന്നു. പിന്നെ എല്ലാവരും ചോദിക്കും, നിങ്ങളെ ഒന്നും വീട്ടിൽ വന്ന് കുറ്റപ്പെടുത്തില്ല രേണു. നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പ്രായപൂർത്തിയായ ഒരു മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലോ, നമ്മുടെ നാട്ടിലെ ആൾക്കാരെയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ മാറിടവും തുറന്ന് കാണിച്ച്, വയറും പൊക്കിളും കാണിച്ച്, തുണി ഉരിഞ്ഞ് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷൻ നടത്തി നാട്ടുകാരായി അതിനുവേണ്ടി, അത് കാണാൻ വേണ്ടി മാസം 190 രൂപ വെച്ചിട്ട് പിരിക്കുക എന്നുള്ളത് എനിക്ക് പറയുന്നത്. 190 രൂപ വെച്ചിട്ട് ഞാൻ എൻ്റെ നഗ്നത കാണിച്ചു തരാം, നിങ്ങളെനിക്ക് 190 രൂപ വെച്ച് എല്ലാ മാസവും അടയ്ക്കണം എന്നും പറഞ്ഞിട്ട് ആൾക്കാരെ കൂട്ടുന്നത് നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ലൈഫിൽ. ഞാൻ അന്നും ഇന്നും എന്നും അതിനെ എതിർക്കുന്ന ഒരാളാണ്. ഇനി ഞാൻ മരിക്കുന്നവരെ, ഞാൻ നാളെ രാവിലെ അങ്ങ് മരിച്ചു പോയാലും അതുവരെയും ഞാൻ എതിർത്തുകൊണ്ടേയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് കാശുണ്ടാക്കണം. കാശുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ശരീരം തുറന്ന് കാണിച്ച് കാശുണ്ടാക്കുന്നതിനോട്, അത് ഉണ്ടാകുന്ന ഇവരൊക്കെ പബ്ലിക് ഫിഗേഴ്സാണ്. ഇവർ പബ്ലിക് ഫിഗറായിട്ട്, ഇവർ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാർ, ഇവർ കാണിക്കുന്നതാണ് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഈ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുണി ഉരിഞ്ഞ് കാണിച്ച് ഞങ്ങൾക്ക് കാശുണ്ടാക്കാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക്. അതുപോലെ തന്നെ ഇത് മാസം തോറും അവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം തന്നെ സബ്സ്ക്രിപ്ഷൻ 190 രൂപ വെച്ച് 2840-150 ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. 6-7 ലക്ഷം രൂപർക്ക് മന്ത്ലി കിട്ടും. ഇവർക്ക് എന്താണ് പ്രശ്നം? ഇവരൊക്കെ രോഗത്തിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മറ്റുള്ളവർക്ക് രോഗത്തിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അവരൊരുപാട് വേദനകൾ കൂടി ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇവർക്കൊക്കെ നിസ്സാരവൽക്കരിക്കുക. ഇവർക്ക് ലക്ഷങ്ങൾ കയ്യിൽ കിട്ടുന്നുണ്ട്. പിന്നെ സഹായിക്കാൻ 4 ചുറ്റും ആൾക്കാരുണ്ട്. മറ്റുള്ളവർ അതുപോലെയല്ല. പിന്നെ കിച്ചുവിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഒരു ചെറുപ്പക്കാരനാണ്. അവന് 10, 20, 22 വയസ്സ് കാണും. 22 വയസ്സിൻ്റെ അവൻ്റെ ജീവിതവുമായിട്ട് അവൻ കരുപിടിച്ചുകൊണ്ട് ഇന്നലെ ജാജീസുമായിട്ട് ചേർന്ന് അവനൊരു ചലഞ്ച് 200 രൂപ ഒരു ആളിന് കൊടുക്കുന്നുണ്ട്, മിഠായി കഴിക്കാമെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ഒട്ടും വയ്യാത്തൊരു മനുഷ്യൻ, അയാൾക്ക് ഒരു 200 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ നിറച്ച് പറഞ്ഞേക്കുന്നു എല്ലാവരും, നീ നിൻ്റെ അമ്മയെ പോയി കാണണം, അമ്മയായി നിൽക്കണം. അമ്മയെ പോയി കാണണമെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വേദന, മക്കളല്ലേ, അപ്പോൾ അവരെ അങ്ങോട്ടൊന്ന് വിളിക്കാമല്ലോ. എന്തുകൊണ്ടാണ് വിളിക്കാൻ പറ്റുന്നത്? രോഗിയായിട്ട് ഞാൻ കിടക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? എന്നാൽ വിളിക്കേണ്ട. എൻ്റെ മകൻ എന്നെ കാണാൻ വന്നില്ലെങ്കിലും ഞാനും എൻ്റെ മകനും തമ്മിലുള്ള കാര്യം മാത്രമാണ്. അത് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമല്ല. ഞാനും എൻ്റെ മകനും, ഇപ്പോൾ ഒരാൾ കമൻറ്റ് ചോദിച്ചു, അല്ലെങ്കിൽ കുറേ കമൻറ്റ് ബോക്സിലെ കമൻറ്റ് കണ്ടിട്ട് കിച്ചു വന്നിരുന്നോ, കിച്ചു വന്നുവല്ലോ, കിച്ചു വന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനും എൻ്റെ മോനുമായിട്ടുള്ള കാര്യം, അത് ഞങ്ങളുടെ കാര്യമല്ലേ. കിച്ചു വരും, വരാതിരിക്കുക, അല്ലെ കിച്ചു വരും, കിച്ചു വന്നല്ലോ, അതിനെന്താണ്, കിച്ചു വന്ന് കണ്ടിട്ട് പോയല്ലോ, പറഞ്ഞാൽ തീർന്നില്ലേ, പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവായിട്ട് നിന്ന് വീണ്ടും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് കാശുണ്ടാക്കാനാണെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. നമ്മുടെ രോഗാവസ്ഥ നമ്മൾ ആലോചിക്കണം. നമ്മൾ എത്ര പൈസ ഉണ്ടെങ്കിലും, കോടിക്കണക്കിന് രൂപകളൊക്കെ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നുണ്ട്. പല ആൾക്കാരും ജീവിച്ചിരിപ്പുണ്ടോ? കോടിക്കണക്കിന് രൂപ പിന്നെ അമേരിക്കയിൽ പോയി ചികിത്സിച്ചിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ? ഇല്ല. അപ്പം മരിക്കാനുള്ള സമയത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നാളെ മരിച്ചു പോകാം, എനിക്ക് നാളെ എനിക്കിപ്പോൾ എന്തൊക്കെ മാരക രോഗം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് എല്ലാ രോഗം വരാം. പക്ഷെ നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്രവർത്തികൾ ഒന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും നാളെ അവൾ അങ്ങനെ നടന്നതാണ്, അവളെ വയറും മുലയും സാമാനം എല്ലാം കാണിച്ചുകൊണ്ട് നടന്നവളാണ് എന്ന് നാളെ നമ്മുടെ മക്കളെ അപമാനിക്കില്ല ആരും. നമ്മളെ മക്കളെ, നാളെ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ അപമാനിക്കില്ല, നമ്മുടെ കുടുംബത്തിലുള്ളവരെ അവരെ അവമാനിക്കില്ല. അല്ല, അവൾ ഇതെല്ലാം കാണിച്ച് നിനക്കൊക്കെ പണം ഉണ്ടാക്കി തന്നതല്ലേ എന്ന് നമ്മുടെ മക്കളോട് നാളെ ആരും ചോദിക്കില്ല, നമ്മുടെ കുടുംബക്കാരോടും ചോദിക്കില്ല. അങ്ങനെ ഇടവരുത്തരുത്. നമ്മൾ ഇന്ന് മരിച്ചു പോകണമെങ്കിൽ നമ്മൾ മാന്യമായിട്ടും മര്യാദയായിട്ടും നമ്മളങ്ങ് മരിച്ചു പോട്ടെ. പക്ഷേ നമ്മളൊരു രോഗിയെ
വ്യക്തിയെ കുറ്റം പറയുകയല്ല, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യണം. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ മക്കളാണെന്ന് ഒരു നിമിഷം, നമ്മുടെ മകനാണ്, വളർത്തിയതല്ലേ. നമ്മളെല്ലാവരും പ്രസവിക്കുന്നവർ മാത്രമല്ല മക്കൾ, ആദ്യം മനസ്സിലാക്കുക. ഞാൻ ചിലപ്പോൾ എൻ്റെ മോൻ ചിലപ്പോൾ ഞാൻ വളർത്തിയതായിരിക്കും, ചിലപ്പോൾ ഞാൻ 2-3 കുട്ടികളെ വളർത്തുന്നുണ്ടാവും. ഞാൻ എത്രയോ കുഞ്ഞുങ്ങൾക്ക് ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും, എൻ്റെ മക്കളെന്നാണ് പറയണത്. അപ്പോൾ ഈ മക്കളെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്, നമ്മുടെ മക്കളാണെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ ഒരിക്കലും വിളിച്ചില്ലെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുമോ? അവർ വിളിച്ചില്ല. കാരണം നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന മകൻ അല്ലെ മകൾ എപ്പോഴും സമൂഹത്തിന് മുന്നിൽ നല്ല നിലയിൽ നിൽക്കണം. അവരെ സമൂഹത്തിന് മുന്നിൽ നല്ലവരാണ് എന്ന് കാണിക്കാനാണ് ഓരോ അമ്മയും ശ്രമിക്കുക. അച്ഛനേക്കാൾ ഉപരി ഓരോ അമ്മയും ശ്രമിക്കുക. അത് രേണു അതിനകത്ത് ശുദ്ധ പരാജയമാണ്. രേണു ഇപ്പോഴും നന്നായിട്ടില്ല. രേണു ഈ അസുഖം വന്നിട്ടും നന്നായില്ല. എന്നാൽ ചോദിക്കും അസുഖം വരുന്നത് മോശമായതുകൊണ്ടാണെന്ന്. അസുഖം വരുന്നത് മോശമായുണ്ടല്ല, പക്ഷേ അസുഖം നമ്മളെ ചിന്തിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ചോദിക്കും കുട്ടികളുടെ അസുഖം വരുന്നത്, ഈ കുഞ്ഞുങ്ങളുടെ അസുഖം വരുന്നത് ആരാണ് ദുഃഖിക്കുന്നത്? കുഞ്ഞുങ്ങളാണോ ദുഃഖിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ. അവർക്ക് ചിന്തിക്കാനുള്ള അവസരമാണത്. പിന്നെ പല ആൾക്കാരും നമ്മൾ അസുഖം വരുന്നത് ആരെയും കുറ്റമല്ല, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ അസുഖം വരുന്നത് നമ്മൾ ചിന്തിക്കാനുള്ള ചിന്താശേഷി. ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്തും ലക്ഷക്കണക്കിന് ആൾക്കാർ അസുഖബാധിതരായിട്ട് കിടപ്പുണ്ട്. പക്ഷേ അവരൊന്നും സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെയൊന്നും പറയേണ്ട അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആൾക്കാരല്ല. ഇവരൊക്കെ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് വരെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരുപാട് നമ്മൾ ഈ രേണുവിൻ്റെ വീഡിയോ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ പഴയ വീഡിയോസ് എല്ലാം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ട്, അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഇതുണ്ടല്ലോ, ക്യാൻസർ വന്നത് അറിഞ്ഞുകൊണ്ട് ഒരു പണം ഉണ്ടാക്കാൻ വന്നതാണെന്ന്. ക്യാൻസറുള്ള ഒരു വ്യക്തികളും ഇങ്ങനെയൊന്നും കാണിക്കില്ല. നിങ്ങൾക്കൊരു കോമൺ സെൻസ് ഇല്ലേ? ക്യാൻസർ വന്ന് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നാളെ തൊട്ട് തുണി ഉരിഞ്ഞ് കാണിച്ചിട്ട് എന്നാൽ കുറച്ച് പണം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് വരുന്ന മൈൻഡെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ സ്ത്രീക്ക് ഉണ്ടാവില്ല. ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഒരു മനുഷ്യനായിട്ട് പിറന്നവർക്കും ഒരു ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ തുണി ഉരിഞ്ഞ് അവരുടെ മാറിടവും വയറും പൊക്കിളും ഒന്നും കാണിക്കാനുള്ള അവസ്ഥ ഒരു വ്യക്തികൾക്കും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവരൊരു പക്കാ മാനസിക പ്രശ്നമുള്ളൊരു വ്യക്തി ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്ന ആരെയും കുറ്റം പറയാനൊന്നുമില്ല. ഒരു ക്യാൻസർ പേഷ്യനെ കുറ്റം പറയാം, ഒരു ക്യാൻസർ എന്നല്ല, ഒരു ലോകത്തിലെ ഒരു ക്യാൻസർ ഒരു അസുഖമുള്ളവരെ എനിക്ക് കുറ്റം പറയാൻ താല്പര്യമില്ല. പക്ഷേ കിച്ചുവിൻ്റെ ആ വീഡിയോ കണ്ടതിന് ശേഷം അടുത്തതുടനെ കിച്ചുവിൻ്റെ ആ വീഡിയോ ഇന്നലെ വന്നതിന് ശേഷം ഇന്ന് രേണു ആ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് എന്തോ പർപ്പസ് ഉള്ളി കിച്ചുവിനെ മോശമാക്കണം, അല്ലെങ്കിൽ അവ ഒരു ചെറിയ കുട്ടിയല്ലേ, നിങ്ങൾ 11 വയസ്സല്ലേ 13 വയസ്സോ ഉള്ള 11 13 എന്നാണ് രേണു ഓരോ സമയത്ത് ഓരോ വാക്കാണ് പറയുന്നത്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, പല സമയത്തും പല വാക്കാണ് പ്രയോഗിക്കുന്നത്. 13ാമത്തെ വയസ്സിലാണെന്ന് പറഞ്ഞു, ഇപ്പോൾ 11 പറയണം. അപ്പോൾ 13 വയസ്സിൽ അല്ലെങ്കിൽ 11 വയസ്സിൽ വന്ന കുട്ടി ഇത്ര വർഷം, ഒരു 3-4 വർഷമെങ്കിലും അല്ലെങ്കിൽ 4-5 വർഷമെങ്കിലും സുധി മരിക്കുന്നത് വരെയെങ്കിലും കൂടെ നിന്നില്ലേ? അപ്പോൾ കൂടെ നിന്നപ്പോൾ അവൻ അനുഭവിച്ച കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അവനെ നോക്കാൻ ആളില്ലായിരുന്നു, അവൻ ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് വേദനിച്ചതും നമ്മൾ ആലോചിക്കണം. നമ്മളാണ് ആ അവസ്ഥയിൽ നിന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം, അവന് ഇഷ്ടമുണ്ടെങ്കിൽ അവന് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളടുത്ത് വരും, ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? നമ്മളെ വേണ്ടാത്ത, ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് വൃദ്ധസദനത്തിൽ ഞാൻ ചെന്നപ്പോൾ അവനവൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ കുഞ്ഞ് വന്നില്ല, എൻ്റെ കുഞ്ഞ്, അവർക്ക് സമയമില്ലായിരിക്കും, അവർക്ക് സമയമില്ലായിരിക്കും, അവർക്ക് ഒരുപാട് ഓട്ടമല്ല, അവരെ മക്കളെ വളർത്തണം, മക്കളെ കെട്ടിച്ചു കൊടുത്ത മോളുടെ കാര്യം നോക്കണം, ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോ അമ്മമാരും സങ്കടപ്പെടുന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സങ്കടവുമില്ല, പക്ഷേ അവരൊന്ന് കാണാൻ 3 വർഷമായി 4 വർഷമായി കണ്ടിട്ട് എന്നുള്ളതാണ് അവർ സങ്കടം പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരു വിവേകമെങ്കിലും ഒന്ന് കാണിക്കരേണു, അത്രയേ ഉള്ളൂ എനിക്ക് അസുഖത്തിൻ്റെ സമയത്തും പറയാതിരിക്കുന്നത്. ഇപ്പോഴും പിന്നെ ഒരു കീമോ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അവശതയൊന്നും ആവില്ല. നമ്മളൊരു 3-4-5-6 കീമോ ഒക്കെ ആയി കഴിയുമ്പോഴേ അവശത വരത്തുള്ളൂ. പക്ഷേ രേണുവിന് നല്ല ട്രീറ്റ്മെൻറ്റാണ് കിട്ടുന്നത്, നല്ല മെഡിസിൻസാണ്. ഒരു സാധാരണ സർക്കാർ ആശുപത്രിയിലെ മെഡിസിൻസും ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതൊന്നുമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് രേണുവിന് കാശുണ്ട്, രേണുവിന് കൊടുക്കാൻ കാശുണ്ട്. രേണുവിന് മാസം തോറും വലിയ എമൗണ്ട്, ഒരു ഹ്യൂജ് എമൗണ്ടാണ് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ വഴി, ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് വഴിയായാലും. അപ്പം രേണുവിന് ഇഷ്ടംപോലെ നല്ല കാശ് മുടക്കി നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള അവസ്ഥ ഉണ്ടായതുകൊണ്ട് രേണുവിന് ഇതൊക്കെ നിസ്സാരമാണ്. അതല്ലാത്ത ഒരുപാട് ആൾക്കാരുമുണ്ട്, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ദൈവഭയം നല്ലതാണ്. നമ്മളെ ഒന്നും കൂടി ഉടച്ചു വാർക്കാനാണ് ദൈവം ഇങ്ങനെയുള്ള അവസ്ഥകൾ തരുന്നത്. നമ്മളെ ഒന്നും കൂടി എന്താ പറയത്തില്ല, ക്ലീൻ ആക്കത്തില്ലേ നമ്മുടെ മൈൻഡ്. നമ്മളെ മൈൻഡിലിരിക്കുന്ന മനസ്സിലിരിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള ആ വിഷാംശങ്ങളെല്ലാം തുടച്ചു നീക്കി നമ്മൾ കുറച്ചും കൂടി ആത്മീയതയിലേക്ക് പോവുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളിങ്ങനെ പാറിപ്പറന്ന് നടക്കും ഭൂമിയിൽ, ലോകത്തിലെല്ലാം. അപ്പോൾ ആ പാറിപ്പറക്കാതെ കുറച്ച് നാൾ വിശ്രമിച്ചിട്ട് നമ്മളൊരു ആത്മീയതയുടെ പാതയിലേക്ക് നമ്മുടെ ആ വിഷാംശങ്ങളെല്ലാം കഴുകിക്കളയാനുള്ള ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയെന്ന് വിചാരിച്ചാൽ മതി. ഇതെല്ലാം റിക്കവർ ചെയ്ത് വരാനായിട്ട് രേണുവിന് കഴിയട്ടെ, ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. എൻ്റെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് മിക്കവാറും എല്ലാം ഒരുപാട് തെറിവിൾ കാണും, പക്ഷേ തെറിയായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. നിങ്ങൾക്ക് നല്ല ക്രിട്ടിസൈസ് ചെയ്യാം, നല്ലതായി വിമർശിക്കാം. ഓക്കെ.